അതുകൊണ്ടാണ് നിസ്കരിക്കുന്ന സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സ്വല്ലൈത ഫസല്ലി സ്വലാത്ത മുവദ്ദിഅ, നീ എപ്പോ നിസ്കരിക്കുകയാണെങ്കിലും യാത്ര പറയുന്നവന്റെ നിസ്കാരം നീ നിസ്കരിക്കണം. യാത്ര പറയുന്നവന്റെ, വിട ചോദിക്കുന്നവന്റെ നിസ്കാരം, ദുനിയാവിന്ന് യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവന്റെ നിസ്കാരമാകണം നിന്റെ നിസ്കാരം. എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നന്നാക്കുകയാണ്, ചിന്ത കേന്ദ്രീകരിക്കുകയാണ്, നോട്ടം സൂക്ഷിക്കുകയാണ്. പൊരുത്തപ്പെടാത്തൊരു ചിന്തയും വരാതിരിക്കാൻ ഖൽബിനെ റെഡിയാക്കി ചൊവ്വാക്കി നിർത്തുകയാണ്. ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനൊക്കെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഞാനൊരു തക്ബീറങ്ങ് ചൊല്ലും. ഉകബ്ബിറു തക്ബീറൻ ബിഹ്സാൻ, മറ്റു എല്ലാ കാര്യങ്ങളും ഹറാമാകുന്ന തക്ബീർ. അതുകൊണ്ടല്ലേ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പേര് വെച്ചത്. ഇനി എനിക്ക് സംസാരിക്കാൻ പറ്റൂല, ഒരാൾ വന്ന് സലാം പറഞ്ഞാൽ സലാം മടക്കാൻ പറ്റൂല, ഒരാളൊന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റൂല. നിസ്കാരത്തിലല്ലാതിരിക്കും എനിക്ക് ഭക്ഷണം കഴിക്കായിരുന്നു, ഇനി ഭക്ഷണം കഴിക്കാൻ പറ്റൂല. നോക്കാൻ പാടില്ലാത്തതിലേക്കൊന്നും നോക്കാൻ പാടില്ല. ആവശ്യമില്ലാതെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ കൂടി പറ്റൂല. ആവശ്യമില്ലാതെ തിരിഞ്ഞു നോക്കുന്ന കറാഹത്തല്ലേ. എല്ലാം എനിക്ക് വിലക്കപ്പെട്ടു പോയി. അള്ളാഹുവിനെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് ഒരൊറ്റ തക്ബീറങ്ങ് ഞാൻ ചൊല്ലും.